എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി നോക്കാം. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണ്. നല്ല ഫില്ലിങ്ങുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അതുപോലെ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ഉച്ചയ്ക്കൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ഇത് കഴിച്ചാൽ നല്ലൊരു സുഖമാണ് വയറ്റിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ നല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 3-4 ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ബീൻസ് 3-4 എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ കുറച്ച് മഷ്റൂംസ്, ബട്ടൺ മഷ്റൂംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാടങ്ങ് വേവിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇനി ഒരു ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ക്യൂബാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്വീറ്റ് കോണും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങൾ അത്യാവശ്യം വെന്തും വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിച്ചിയെടുക്കാം. നമ്മളിതുപോലെ ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇനി നമുക്ക് സൂപ്പിന് ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ 1-2 ടീസ്പൂൺ നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങൾക്ക് എത്രത്തോളം കുറുകിയിരിക്കണോ അത്രത്തോളം ചേർക്കാം. കോൺഫ്ലവറിനോടൊപ്പം തന്നെ നമ്മളൊരു മുട്ടയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ചിട്ട് ചേർക്കാം. കോൺഫ്ലവർ കലക്കിയതും അതുപോലെ തന്നെ മുട്ട കുറേശ്ശെ എടുത്തിട്ട് സ്പൂണിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ പിരിഞ്ഞു വരും. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടെ തിളപ്പിച്ച് എടുക്കണം. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അവസാനം ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോയ സോസും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ലൈറ്റ് സോയ സോസാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്